ആസ്മ അറ്റാക്കിന്റെ സമയത്ത് ഇൻഹേലർ ഇല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ദീർഘകാലം നീണ്ടുനിൽക്കുന്ന ചികിത്സ ആവശ്യമായ രോഗമാണ് ആസ്മ. ചികിത്സ തുടങ്ങി ചെറിയ ആശ്വാസം ലഭിച്ചു തുടങ്ങുമ്പോൾ തന്നെ പല രോഗികളും തുടർ ചികിത്സ നിർത്തിവയ്ക്കുന്നതായാണ് കണ്ടുവരുന്നത്. ഇത് തികച്ചും അപകടമാണ്. രോഗം തിരികെ എത്താനും ആസ്മ അറ്റാക്ക് ഉണ്ടാക്കാനും ഇതുമൂലം സാധ്യതയുണ്ട്. ആസ്മ അറ്റാക്ക് വരുമ്പോൾ ഇൻഹേലർ കയ്യിലില്ലെങ്കിൽ ചെയ്യേണ്ട 6 കാര്യങ്ങളെക്കുറിച്ച് വിശദമാക്കുകയാണ് സിംഗപ്പൂർ ജനറൽ ഹോസ്പിറ്റലിലെ റെസ്പിറേറ്ററി ആൻഡ് ക്രിട്ടിക്കൽ കെയർ അസോസിയേറ്റ് പ്രൊഫസർ ലൂച്ചിയാൻ മിൻ ഇ. ആസ്മ അറ്റാക്ക് വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നേരെ ഇരിക്കുക എന്നതാണ്. പൊസിഷൻ മാറിയാൽ അത് ശ്വാസതടസ്സം വർദ്ധിപ്പിക്കും. മറ്റൊന്ന്, ദീർഘശ്വാസമെടുക്കുക. മൂക്കിൽ ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും വായിലൂടെ പുറത്തേക്കെടുക്കുകയും ചെയ്യണം. മറ്റൊന്ന്, കഴിവതും മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക. ഈ സമയത്ത് സമ്മർദ്ദമുണ്ടാകുമ്പോൾ ശ്വാസതടസ്സം കൂടുതലാവുമെന്നു മാത്രമല്ല, നെഞ്ചിലെ മസിലുകൾ ദൃഢമാവുകയും ചെയ്യും. ആസ്മ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ പൊടി, സിഗരറ്റ് പുക, രാസവസ്തുക്കളുടെ ഗന്ധം എന്നിവയുള്ളിടത്തു നിന്ന് മാറി നിൽക്കുക. കഴിവതും ശുദ്ധവായു കിട്ടുന്നിടത്തേക്കോ എയർ കണ്ടീഷൻ മുറിയിലേക്കോ മാറുക. കഫീൻ അടങ്ങിയ പാനീയം കുടിക്കുന്നത് നല്ലതാണ്. ഇത് കുറച്ചു മണിക്കൂറുകൾ ശ്വാസതടസ്സം ഒഴിവാക്കും. ശ്വാസതടസ്സം കുറച്ചുകൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ കഴിവതും അടിയന്തര മെഡിക്കൽ ചികിത്സ ലഭ്യമാക്കുന്നതാണ് നല്ലത്.